ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹിൻ്റെ റഹ്മത്ത് നിരന്തരം ലഭിക്കണം. ആരാണ് അയാൾ? ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഫസ്വല്ല, അങ്ങനെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. വഅയ്ഖള ഇംറഅതഹു, ഭാര്യനെ കൂടി വിളിച്ചു. ഫസ്വല്ലത്ത്, അവളെയും കൂടി തഹജ്ജുദ് നിസ്കരിപ്പിക്കുക. അവളും തഹജ്ജുദ് നിസ്കരിച്ചു, സ്വന്തം തഹജ്ജുദ് നിസ്കരിച്ചു, ഭാര്യനെയും തഹജ്ജുദ് നിസ്കരിപ്പിച്ചു. ഫഇൻ അബത്, അടുക്കളപ്പണിയുടെ ക്ഷീണത്തിൽ ആ പാവം കുറച്ചുകൂടി ഒന്ന് ഉറങ്ങിയാലോ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ നലഹ ഫീ വജിഹിൽ മാ, വെള്ളം മുഖത്ത് കുടഞ്ഞു. എണീക്ക് മോളെ, ഈ 5 മിനിറ്റ് ഉറങ്ങിയിട്ട് എന്താ കിട്ടുന്നത്? വാ എണീക്കതാ, വാ ഞാനുണ്ട്, ഇതാ ബാത്റൂമിലെത്തിയാൽ തീരും ഉറക്കത്തിൻ്റെ ചടവൊക്കെ വരും. അങ്ങനെ ഭാര്യനെ കൂടി ഇബാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താവിന് അല്ലാഹ് നീ റഹ്മത്ത് ചെയ്യണേ എന്ന്. ആരാ ദ്വാരക്കുന്നൊക്കെ? ആ റഹ്മത്ത് നമുക്ക് കിട്ടണ്ടേ? റഹ്മത്തിൻ്റെ 10 തീർന്ന് ഇനി നമുക്ക് റഹ്മത്തില്ല എന്ന് വിചാരിക്കേണ്ടത് അല്ലല്ലോ, അത് വേണ്ടേ? തീർന്നില്ല. ഉമ്മമാരോട് റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഉമ്മക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാമത്ത് മിനൽ ലൈൽ, രാത്രി ആ സഹോദരി എഴുന്നേറ്റ് ഫസ്വല്ലത്ത്, തഹജ്ജുദ് നിസ്കരിച്ചു. വഅയ്ഖളത് സൗജഹ, ഭർത്താവിനെ കൂടി വിളിച്ചു. ഫസ്വല്ല, ഭർത്താവ് കൂടി എഴുന്നേറ്റു. ഫഇൻ അബ, പകല് അധ്വാനിച്ച ഭർത്താക്കന്മാർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. കുടുംബത്തെ പോറ്റാൻ ഓടുന്ന ഓട്ടത്തിന് വലിയ ഇബാദത്തിൻ്റെ പ്രതിഫലം ഉണ്ട്. അങ്ങനെ ഒന്നുകൂടി ഉറങ്ങിയാലോ എന്ന് പറയുമ്പോൾ നലഹത്ത് ഫീ വജിഹിൽ മാ, വെള്ളം കൊടുത്തിട്ട് എഴുന്നേൽപ്പിച്ചു. വെറുതെ പറയല്ലേ, ഇതാ ഒരു 5 മിനിറ്റ് കൊണ്ട് തീരാവുന്നതല്ലേ തഹജ്ജുദ്, വാ. അങ്ങനെ പരസ്പരം നന്മയിൽ ചേർന്നു നിൽക്കുന്നവർ, നന്മ പരസ്പരം വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ, ഒന്ന് ക്ഷമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. അതെ, ബാത്റൂമിലെത്താൻ തീരും. ബാത്റൂമിലെ നനവുള്ള ചെരുപ്പിട്ടാൽ ഉറക്കെല്ലാം പോകും. വരും സിറാത്ത് പാലത്തിൽ 1000കണക്കിന് കൊല്ലം നിങ്ങൾ നടക്കുന്നോ, അല്ല ബാത്റൂമിലേക്ക് ജസ്റ്റ് നടന്നിട്ട് സിറാത്ത് പാലത്തിൽ നടത്തോ ഒഴിവാക്കുന്നോ? ഏതാ വേണ്ടത്? നീ അങ്ങനെ പറഞ്ഞെടുക്കുക. കണ്ടോ ഭാര്യൻ്റെ ഒരു ഹിക്മത്ത്. അല്ലാണ്ട് ഈ ഹദീസ് കേട്ടിട്ട് ഫുള്ള് ബക്കറ്റുമായിട്ട് വെള്ളമായിട്ട് കുറക്കണമെന്നല്ല, അടുത്ത് പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം, ഇത് തഹജ്ജുദിൽ മാത്രം ഉള്ള ഒരു കാര്യമല്ല കേട്ടോ. ഏത് ഖൈർ നമുക്ക് കിട്ടിയാലും ആ ഖൈർ തൻ്റെ ഭാര്യക്കും തൻ്റെ ഭർത്താവിനും കിട്ടണം എന്നുകൂടി ചിന്തിക്കണം എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. ഫൈദുൽ ഖദീറിൽ ഇമാം മുനാവി റഹിമഹുല്ലാ ഈ ഹദീസ് ജാമിഉ സഗീറിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ വ്യാഖ്യാനം ചെയ്ത് പറയുന്നുണ്ട്, ആ ഉമ്മക്ക്, ആ ഉപ്പക്ക്, ആ ഭർത്താവിന്, ആ ഭാര്യക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മളാവേണ്ടത്. നന്മ പ്രോത്സാഹിപ്പിക്കുന്ന ഭാര്യ. നമ്മളെ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ അവളുടെ ഒരു ഇബാദത്തും നമ്മളെ കൊണ്ട് മുടങ്ങാൻ പാടില്ല. നമ്മെ ആരൊക്കെ സമീപിക്കുന്നുണ്ടോ അവർക്ക് മുഴുവനും നന്മ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന, അല്ലാതെ അതൊക്കെ നിസ്കാരം കസറാക്കാൻ ചെറിയ അഭിപ്രായം ഉണ്ട്, അങ്ങനല്ല നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ടത്. ഒരു ചെറിയ തെറ്റ് പോലും വലിയ തെറ്റായി ഫീൽ ചെയ്യണം നമ്മെ സമീപിക്കുന്ന ഓരോ കൂട്ടുകാർക്കും. അല്ലാതെ അങ്ങനെ കൗലുണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അതല്ല നമ്മളെ കുട്ടികൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ കൂടെ കൂടിയ ഓരോരുത്തർക്കും തഖ്വ വർദ്ധിക്കാനുള്ള പരിപാടിയാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ഒരു ചെറിയ തെറ്റിനെ വലിയ തെറ്റായി തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത് എന്ന് ഇമാം ഷഹറാനി തങ്ങളുടെ അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖ്യാറിൽ കാണാം. ചെറിയൊരു തെറ്റായിരിക്കും, എന്നാലും ഉദാഹരണത്തിന് ഫുൾ സ്ലീവ് ഷർട്ട് മടക്കിയിട്ട് നിസ്കാരത്തിലേക്ക് നിസ്കരിക്കലൊക്കെ കറാഹത്താണ്. അങ്ങനെ മടക്കിയിട്ട് നിസ്കരിക്കുക. അപ്പോൾ അയാളിങ്ങനെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ അങ്ങനെ നിസ്കരിച്ചിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ പറയും, എന്തുവാണ് ഇതെന്ന്, നീ ആരെ അടിക്കാനായിട്ടും പോയതാണ്, ഇതെന്തിൻ്റെ കോലം, ഫുൾ സ്ലീവ് ഷർട്ട്. നമ്മളെ വർത്തമാനത്തിൽ എനിക്ക് നിസ്കാരം പാത്തില്ല എന്ന കാര്യമായിട്ടാണോ എന്ന് തോന്നിപ്പിക്കണം. സത്യത്തിൽ അതൊരു കറാഹത്താണ്. ആ വർത്തമാനം കൊണ്ട് താഴ്ത്തിയ ഷർട്ട് ഇനി ഉയർത്തരുത് നിസ്കാരത്തിൽ. അങ്ങനെയാണ് നമ്മൾ ഒരു സുഹൃത്തിനെ തർബിയത്ത് നടത്തേണ്ടത്. അല്ലാതെ ആകെ പ്രശ്നമില്ലോട് നീ വലിയ കാര്യമാക്കല്ലേ, വണ്ടി നാല് നിസ്കരിക്കാം, അങ്ങനല്ല. നമ്മൾ പരമാവധി സൂക്ഷ്മതയുടെ അധ്യായങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. വതആവനു അലൽ ബിർരി വത്തഖ്വ, നമ്മൾ തഖ്വ ഷെയർ ചെയ്യണം. അതാണ് മഹാനായ ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹികമിൽ ഒരാൾ നല്ല കൂട്ടുകാരനാവുന്നത് എപ്പോഴാണ് എന്ന ചർച്ച പറയുന്നിടത്ത് മഹാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നീ മോനെ കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമ്പോൾ നീ മാനദണ്ഡമാക്കേണ്ടത് എന്താണ്? അയാളെ കണ്ടാൽ നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം. അയാളെ വർത്താനം മുഴുവനും പരലോകത്തെക്കുറിച്ചായിരിക്കണം. അല്ലാതെ ഒരു മന്തി കഴിച്ചിന് മോനെ
മുന്തിരി എന്ന ലാസിമായ 7 കതർ നീട്ടേണ്ട വർദ്ധാനത്തിലല്ല, പുതിയ റെസ്റ്റോറൻറ്റ് വരുത്താനോ പുതിയ വൈബുകളെ പിന്നാലെ പോകാനോ പുതിയ ആഭരണങ്ങളെ പരിചയപ്പെടുത്താനോ പുതിയ ഡ്രസ്സുകളെ പരിചയപ്പെടുത്താനോ ഉള്ളതല്ല നമ്മുടെ കൂട്ടുകാർ. മറിച്ച് ഓഹ്റവിയായ ചിന്ത ഷെയർ ചെയ്യുന്ന കൂട്ടുകാരായിരിക്കണം. അള്ളാഹുവിനെ ഓർമ്മ വരുന്ന വർത്തമാനങ്ങൾ പറയുന്നവനായിരിക്കണം. അവൻ്റെ ജീവിതം കണ്ടാൽ തന്നെ നീ അള്ളാഹിനെ ഓർമ്മിക്കും, ഓനെ കണ്ടാൽ തന്നെ നീ ജമാഅത്തിന് പോവും. അങ്ങനെ അതാണ് നമ്മുടെ കൂട്ടുകാരുടെ മാനദണ്ഡമാക്കേണ്ടത്. ഇല്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ ടെൻഷനാവും. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അവനെ കൂട്ടുകാരനാക്കിയതാണ് എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്ന് അവിടുന്ന് വിരൽ കടിക്കേണ്ടി വരും. യൗമ യഗുല്ലു ദ്ദാലിമു അലാ യദൈഹി, ആഖിറത്തിൽ വിരൽ കടിച്ചു പറയും യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അയാളെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ തെറ്റൊക്കെ പഠിച്ചത്. എത്രയോ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ചേർന്നു നിൽക്കുമ്പോൾ പലപ്പോഴും ചിലരെങ്കിലും ബിദ്അത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം എൻ്റെ റൂംമേറ്റായ ഒരുത്തൻ ബിദ്അത്തുകാരനുണ്ടാവും, അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന ക്യാമ്പസിൽ ഒരു ബിദ്അത്തുകാരനുണ്ടാവും. അതിൻ്റെ കാരണം ആ ബിദ്അത്ത് അവനിലേക്ക് പകരുമ്പോൾ കണ്ടോ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അവൻ്റെ പ്രസംഗം കേട്ട മുതലാണ് എനിക്ക് ഇങ്ങനത്തെ തോന്നലുണ്ടായത്. എനിക്കങ്ങനെ ഒന്നും സൂക്കടില്ലായിരുന്നു. കണ്ടോ, അങ്ങനെ ഒരു കൂട്ടുകാരെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇവിടെ പറഞ്ഞ ഒരു ആശയത്തെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇണതുണകൾ എപ്പോഴും നന്മയുടെ സഹകാരികളാവണം. ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ നന്മക്ക് കൂട്ടു നിൽക്കണം. ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ നന്മക്ക് കൂട്ടു നിൽക്കണം. ഞാൻ ചെയ്യുന്ന ളുഹ നിസ്കാരം എൻ്റെ ഭർത്താവ് കൂടി നിർവഹിക്കണമെന്ന് ഭാര്യയ്ക്കൊരു നിർബന്ധം ഉണ്ടാവും. ഞാൻ മഹാന്മാർക്കൊക്കെ രാവിലെ ഫാത്തി ഓതാറുണ്ട്, അതെൻ്റെ ഭാര്യയ്ക്ക് കൂടി പഠിപ്പിച്ചു കൊടുത്തോളയും ഇതിൽ പങ്കുചേർക്കണം. അങ്ങനെ വേണം. അങ്ങനെയല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത്? സിറാത്ത് പാലത്തിൻ്റെ അടുത്തെത്തി നമ്മെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഫാമിലി അടക്കം കയറിക്കോളി. നിങ്ങൾ ഫാമിലിയല്ലേ, 5 മക്കളും ഭാര്യ നിങ്ങളും അല്ലേ, ടോട്ടൽ 7 മെമ്പർമാരല്ലേ. ആദ്യം കയറിയത് ഭാര്യ നരകത്തിലേക്ക് വീണുപോയി. പിന്നെ ഓരോ മക്കളെ കയറുകയാണ്, ഓരോ മക്കളും നരകത്തിൽ സിറാത്ത് പാലത്തിൽ വീഴുകയാണ്. ലാസ്റ്റ് നിങ്ങളെ കയറേണ്ടത് 7ാമത്താണ്. ആലോചിച്ച് നോക്കി, നമ്മുടെ മുന്നിൽ നമ്മുടെ ഭാര്യയും മക്കളൊക്കെ നരകത്തിൽ വീഴുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിക്കാനും വകുപ്പില്ല നമുക്ക്. ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെക്കുറിച്ചാണ് അള്ളാഹു നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞത്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെ തടി നരകത്തിൽ വീഴരുത് എന്നുള്ള നിർബന്ധമുള്ള പോലെ നിങ്ങളെ മക്കളും നരകത്തിൽ വീഴാതിരിക്കണം. അതിന് അഹ്ലുകാർക്ക് എപ്പോഴും നന്മ പകർന്നു കൊടുക്കണം. ഞാൻ ചെയ്യുന്ന നന്മ എൻ്റെ ഭാര്യയും ചെയ്യണമെന്ന് ഭർത്താവ് ചിന്തിക്കണം. ഭർത്താവ് ചിന്തിക്കണം, എൻ്റെ ഭാര്യയും തഹജ്ജുദിനുണരണം, ഭാര്യയും ദിക്ർ സ്വലാത്ത് ചെല്ലണം. ഞാൻ ഇന്ന് കേട്ട വഅളിൻ്റെ ശകലം എൻ്റെ ഭാര്യയ്ക്ക് കൂടി കേൾപ്പിക്കണം. ഇതാ വേണ്ടത്. കണ്ടോ, ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നാട്ടിൽ വലിയ ക്ഷാമം അനുഭവപ്പെട്ടു. ചെറിയ പണത്തിന് വലിയ വലിയ പറമ്പുകൾ, ഏക്കറക്കണക്കിന് സ്വത്തുകൾ ആൾക്കാർ വിൽക്കാൻ തയ്യാറായി. എന്താ കാരണം? കാരണം വേറൊന്നുമല്ല, തിന്നാനില്ല. പറമ്പോണ്ട് തിന്നാൻ കഴിയില്ലല്ലോ, പണം കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങണമല്ലോ. ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ പലരും ചെറിയ സ്വത്തിന് ഭൂമി തന്നെ വിറ്റു. അപ്പോഴാണ് ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അവരോട് പറയാണ്, ഈ സ്വത്ത് നിങ്ങൾ എടുത്തോളി, എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല ഭൂമി വാങ്ങിക്കോളി, തോട്ടങ്ങൾ ആൾക്കാർ ചീപ്പ് റേറ്റിന് വിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കോളി, അത് നിങ്ങൾ വാങ്ങിക്കോളി. കണ്ടോ, എന്തിനെ? ഭാവിയിൽ നമുക്കത് മറച്ചു വെക്കുക, വലിയ ഉപകാരം ഉണ്ടാവും. മഹാനായ ആ പണ്ഡിതൻ അത് ആ പണം ഉപയോഗിച്ച് വിൽപ്പനൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് കരുതി ഭാര്യ ചോദിച്ചു, എന്തായി കച്ചവടം? വാങ്ങി, തോട്ടം വാങ്ങി. ഓ വാങ്ങി. എവിടെയാ വാങ്ങിയത്? വാങ്ങിയത് സ്വർഗത്തിൽ തോട്ടം. അതെ, ഞാനത് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തു. അപ്പോൾ അതിന് പകരം അള്ളാഹു സ്വർഗത്തിൽ തരുമല്ലോ. അപ്പോൾ ഭാര്യൻ്റെ കമൻറ്റ്, ജസാക്കല്ലാഹു ഖൈറൽ ജസാ, നിങ്ങൾക്ക് അള്ളാഹു മുന്തിയ പ്രതിഫലം തരട്ടെ എന്ന്. ഇതാണ് ഭാര്യാവന്തി. ഇങ്ങനെ കൊടുക്കട്ടാ, കൊടുക്ക്. എന്നിട്ട് ലാസ്റ്റ് നമ്മളെ കുറി വെക്കാൻ ഡേറ്റ് ആകുമ്പോൾ എന്നോടേക്ക് എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനല്ല ആവേണ്ടത്. ഭർത്താവ് ചെയ്യുന്ന നന്മക്ക് കട്ട സപ്പോർട്ട് വെക്കണം. നിങ്ങൾ നോക്കൂ, ഖദീജ ബീവിയെ ഓർക്കുന്ന ദിവസത്തിലല്ലേ നമ്മൾ ഉള്ളത്? അതെ, ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഓരോ സാന്ത്വന പ്രവർത്തനത്തിനും കൂടെ നിൽക്കുകയല്ലേ ചെയ്തത്? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം പരിചയമാവുന്നത് വലിയ കച്ചവടത്തിൽ മികവുള്ള ആളാണ്, തൊട്ടതൊക്കെ പൊന്നാണ്, വിശ്വസ്തനാണ് എന്ന അർത്ഥത്തിലാണ്.
ഖദീജ ബീവി കല്യാണം കഴിച്ചത് ഷാമിലേക്ക് ഒരു 4 യാത്രയും കൂടി അടിച്ചിട്ട് അടിപൊളി ലാഭം ഉണ്ടാക്കാം എന്ന അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ. അങ്ങനെ ആരും വായിക്കേണ്ടതില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ സാധാ മനുഷ്യനിൽ കാണാത്ത പല കാര്യങ്ങളും തങ്ങളിൽ കാണുക. സംസാരം കുറയുന്നു, ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുന്നു, ജബലന്നൂറിൻ്റെ മുകളിൽ കയറുന്നു, ഹിറാ ഗുഹയിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നു, ഒറ്റയ്ക്കിരിക്കാനുള്ള ഇഷ്ടം കൂടുന്നു, താല്പര്യം ബിസിനസ്സിലൊന്നും ഇല്ലതാനും, ഇപ്പോൾ അതിലേക്ക് താല്പര്യം തീരെ കാണുന്നില്ല. എന്നാലും ഖദീജ ബീവി കമൻ്റ് അടിച്ചോ, ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടിരുന്നാലൊന്നും ജീവിതം ഓടി രണ്ടറ്റം മുട്ടൂല കേട്ടോ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. അങ്ങനെ പറഞ്ഞോ ഇല്ല. പറഞ്ഞോ ഖദീജുമ്മ? ഇല്ല പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. എന്നാ എന്തിനാ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും കുത്തി ചോദിച്ചോ? ഇല്ല. എവിടെ പോണ്? അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഭക്ഷണാങ്ക് ഭക്ഷണം, വെള്ളാങ്ക് വെള്ളം എല്ലാം ഒരുക്കി കൊടുക്കും. അത്ര തന്നെ. ഖദീജ ബീവി നുബുവത്തിൻ്റെ ഉത്സാരമോ നുബുവത്തിൻ്റെ അകക്കാമ്പോ പരതിയിട്ട് എന്തിനാണ് എവിടെയാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട സന്ദർഭത്തിൽ തങ്ങള് ബേജാറായിട്ട് വന്നിട്ട് എന്തോ ഞാനൊന്നോ കണ്ടിന്, ഒന്ന് പൊതപ്പിക്ക് ഖദീജ, കഴിയുന്നില്ല മോളെ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അന്നേ പറഞ്ഞില്ലേ അടിയിടി പോയിട്ട് ഇരിക്കണ്ടെന്ന്. എന്തെങ്കിലും പിശാചാറ്റം കൂടിയിട്ടുണ്ടാവും എന്നുള്ള സാധാ കമന്റ് പെണ്ണുങ്ങന്മാരെ അടിക്കണമതിൽ അടിച്ചോ? ഇല്ല. വല്ലാഹി, ഒറിജിനൽ ഖദീജ ബീവി പുറത്തു വരുന്ന വല്ലാഹി അള്ളാനെ തന്നെ സത്യം, എന്റെ മുത്ത് തങ്ങൾ അള്ള വിടൂല, അള്ള കൈവിടൂല, അള്ള ഒരിക്കലും തങ്ങളെ കൈവിടൂല. ലാ യുഹ്സികല്ലാഹു അബദാ, അള്ള തങ്ങൾ ഒരിക്കലും കൈവിടൂല. ബിക്കോസ് അതിന്റെ കാരണം ഞാൻ എത്ര കാലമായി എൻ്റെ തങ്ങളെ കാണുന്നത്. ഇന്നക തഹ്മിലുൽ കല്ല, പ്രയാസം ഉണ്ട് എന്ന് മദീനന്റെ അകത്തോ പുറത്തോ ഉള്ള ഒരാളെ കുറിച്ച് കേട്ടാൽ തങ്ങൾക്ക് എന്തൊരു ബേജാറാണ്. അവരുടെ വിഷമം പരിഹരിക്കാണ്ട് തങ്ങൾ ഉറങ്ങോ? എത്ര ആളുടെ പ്രശ്നം തലയിലേറ്റി നടക്കുന്ന ആളാ. ആ തങ്ങളെ അള്ള കൈവിടും. വല്ലാഹി ഞാനാ പറയണത്, അള്ള തങ്ങളെ കൈവിടൂല നബിയെ. വലിയ സർട്ടിഫിക്കറ്റിന്റെ വിതരണം നടക്കുന്നത്. ആർക്കെങ്കിലും ജോലിയില്ലെന്ന് കേട്ടാൽ പിന്നെ അവർക്ക് ജോലി സെറ്റാക്കി കൊടുക്കുന്ന പരിപാടിയല്ലേ തങ്ങൾക്ക്. പൊതുവെ കുലീനയായ സ്ത്രീക്കൊന്നും തന്റെ സ്വത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്യാഷ് കൊടുക്കണയൊന്നും അത്ര കണ്ടൊന്നും ഇഷ്ടപ്പെടൂല. ഖദീജ ഉമ്മാക്ക് സ്വത്തും ജീവനും അവസാന ശ്വാസം വരെ തങ്ങൾക്കുള്ളതാ, വേറെ വർത്താനൊന്നുമില്ല. മദീനത്തെ പള്ളിയിൽ ഒരാൾ യാചന, മുനിങ്ങോട്ട് വാ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? തോൽപാത്രവും വേറെന്താ ഉള്ളത്? വേറെ കാര്യമായിട്ട് പറയത്തക്ക വിധത്തിൽ എന്തുണ്ട്? ഒന്നുമില്ല. എന്നാൽ അതെടുത്തിട്ടോ. പുതപ്പുണ്ട്, പുതപ്പ് എടുത്തിട്ടോ. അത് രണ്ടും തങ്ങൾ ചോദിച്ച് ആരെങ്കിലും ഇതിന് വില പറയോ? ലേലം വിളിക്കാണ് തങ്ങൾ. പാവത്തിന്, ജോലിയില്ലാത്തൊരു പാവത്തിന് 1 ദിർഹം ബാർഗിൻ ചെയ്യാണ് തങ്ങൾ. പോരല്ലോ, പോരാ 2 ദിർഹം വരും. 2 ദിർഹം 1 ദിർഹം ഫുഡ് വാങ്ങും, മോനും ഭാര്യയും കഴിക്കുക. 1 ദിർഹം കൊണ്ട് കോടാലി വാങ്ങിയിട്ട് നേരെ വിട്ടോന്നല്ല, എൻ്റെ അടുത്തേക്ക് വാ. എൻ്റെ അടുത്തേക്ക് വാങ്ങി കോടാലി വാങ്ങിയിട്ട് വന്നു. സാഹബ് പിടിയുണ്ടല്ലോ കോടാലിൻ്റെ മരത്തിൻ്റെ, അത് ഫിറ്റ് ചെയ്തു. മെഹ്റാബിൽ ഇരുന്നിട്ട് കിതാബ് ഓതി കൊടുക്കൽ മാത്രമല്ല, ആയിരങ്ങൾക്ക് അഡ്നോക്കിൻ്റെ ജോലി കൊടുക്കലും സുൽത്താനും ഏറ്റെടുത്തത് മദീന കൾച്ചറാണ്. മൾട്ടി ലെവൽ ടാസ്ക് ഏറ്റെടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കും. പിടി എന്നിട്ട് പറയാം, കുറേ ദിവസത്തേക്ക് ഈ ഭാഗത്ത് കാണണ്ട, ചില്ലറ ഉണ്ടാക്കിയിട്ട് വരും. 10-15 ദിർഹം ഉണ്ടാക്കിയിട്ട് വന്നു. എന്നിട്ട് വന്നപ്പോൾ എന്ത് അന്തസ്സുണ്ട് കണ്ട, എന്ത് രസമുണ്ട് കോലം തന്നെ കാണാൻ. വതക്സിബുൽ മഅദൂമ, ഇങ്ങനെ ജോലിയില്ലാത്തക്ക് ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന തങ്ങളെ അള്ള കൈവിടും. വതക്കരി ലൈഫ, അതിഥികൾ സൽക്കരിക്കുന്ന. വതസിലുർ റഹിമ, കുടുംബബന്ധം ചേർക്കുന്ന. കണ്ണങ്ങളെ ഇങ്ങനെയാണ് ഭാര്യമാരാവേണ്ടത്. ഭർത്താവിൻ്റെ നന്മക്ക് കൂടെ നിൽക്കുന്നത്. അതാണ് ഖദീജ ബീവിയുടെ ജമ്മിലൂനിയുടെ അർത്ഥം. ജമ്മിലൂനി ഖദീജ എന്ന് പറയുന്നതിൻ്റെ ഒരു വാക്കിൻ്റെ ശക്തി. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. എന്ത് സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്? ഏത് യൂണിവേഴ്സിറ്റിന്നാണ് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് കിട്ടുക? ഏതെങ്കിലും കേസിൽ കുടുങ്ങി വല്ല പോലീസ് സ്റ്റേഷനിലും പെട്ടിട്ട് വിളിക്കുമ്പോൾ അന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് അന്നേ ഇങ്ങോട്ടേക്ക് വരണ്ടേ അങ്ങനല്ലല്ലോ അടിക്കണത്. കമൻ്റ് അടിക്കണുണ്ടോ? ഒരു പിശാചും കൂടുന്ന വർത്താനം അല്ലല്ലോ പറയണത്. അല്ല അയച്ച മലക്കരികൊന്നു, അല്ല തങ്ങളെ കൈവിടൂല. ഞാൻ അത്ര കൊല്ലേ എൻ്റെ തങ്ങളെ കാണുന്നത്. സോഷ്യൽ ഒബ്സർവേഷനാണ് ഖദീജ ബീവിൻ്റെ കണ്ണടയിലുള്ളത്. ഈ ഉമ്മത്തിന് മുഴുവനും കാവലായ തങ്ങളെ അല്ല കൈവിടും. അതാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. കാലങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ടും ഖദീജ ബീവി വഫാത്തായിട്ടും തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഖദീജ ബീവി പ്രോജ്വലിച്ച് നിൽക്കുന്നുണ്ട്.
ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയെക്കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് തങ്ങൾ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു ഖുറൈശി പെണ്ണിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? വേറെ ഭാര്യയൊന്നും ഇല്ലേ തങ്ങൾക്ക്? എന്താ അവരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ വർത്താനം വന്നത് ഉത്തരം എന്താണെന്നറിയാം? മാ അബ്ദലലില്ലാഹു ഖൈറൻ മിൻഹാ, എൻ്റെ ഖദീജനെ പോലത്തെ ഒരാളെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എൻ്റെ ഖദീജ എൻ്റെ തണലായിരുന്നു, എൻ്റെ ഖദീജ എനിക്ക് താങ്ങായിരുന്നു, എൻ്റെ ഖദീജയാണ് എനിക്ക് മക്കളെ മുഴുവനും തന്നത്. എൻ്റെ ആദ്യഘട്ടത്തിലെ യാത്രയിൽ മുഴുവൻ സപ്പോർട്ടും എൻ്റെ ഖദീജയായിരുന്നു. ഖദീജ ബീവിയുടെ പഴയ കാലത്ത് ഉപയോഗിച്ച മാല കണ്ടാൽ തങ്ങൾ കരിയും. ആടിനർത്ത് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കും. ഖദീജ, അത് വല്ലാത്തൊരു അധ്യായത്തിൻ്റെ പേരാണ്. അതാണ് ഉമ്മമാരെ ഭർത്താവിൻ്റെ ദീനി പ്രബോധനത്തിന്, ഭർത്താവിൻ്റെ ഇബാദത്തിന് ശക്തി പകരുന്ന വർത്തമാനങ്ങളാണ് നമ്മളെപ്പോഴും കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഇമാമിങ്ങളുടെ ഭാര്യമാർ. അതാണ് ഖദീജ ബീവിയുടെ ജീവിതത്തിൻ്റെ ചിത്രം. തിരിച്ചാണെങ്കിൽ എന്താ തിരിച്ചാണെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ആ പെണ്ണിൻ്റെ പ്രശ്നം എന്തേ? ഭർത്താവിനോടുള്ള സ്നേഹം മൂത്തിട്ട് ഭർത്താവ് ചെയ്യുന്ന സർവ്വ തെറ്റിനും കൂടെ നിന്ന് കൊടുത്തു എന്നുള്ളതാണ് ആ പെണ്ണിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആവരുത് എന്നതുകൊണ്ടാണ് ആ പെണ്ണിൻ്റെ അധ്യായം ഖുർആൻ നമ്മളോട് പറയുന്നത്. ഏതാണ് ആ പെണ്ണ്? ഭർത്താവിനോടുള്ള സ്നേഹം മൂത്തിട്ട് ഭർത്താവിൻ്റെ സർവ്വതമ്മാടിത്തത്തിനും കൂടെ നിന്നു. നന്നാവാനുള്ള എല്ലാ സാധ്യതയും കുടുംബം കൊണ്ട് ആ പെണ്ണിനും ഭർത്താവിനും കഴിയുമായിരുന്നു. 10 കാരണങ്ങൾ കൊണ്ട് നന്നാവാനുള്ള സർവ്വസാധ്യതയും ഉള്ള ഒരു കുടുംബത്തിലാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ തെറ്റിലാണ് പരസ്പരം സഹകരിച്ചത്. ആരാണ് ആ കുടുംബം? സൂറത്തുൽ മസദിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിനാണ് നാശം. മുത്തുനബിയുടെ മുഖത്ത് നോക്കി തബ്ബല്ലക യാ മുഹമ്മദ്, നാശം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ അള്ളാഹുവിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തങ്ങളോട് മറുപടി പറയാൻ പറയല. കുൽ ഹുവല്ലാഹു അഹദ്. തങ്ങൾ പറയും, ഓറ് ഞാൻ 2 ഉണ്ട് 3 ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്, ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തേക്കെന്ന് അല്ല തങ്ങളെ അയച്ചിട്ട് മറുപടി പറയല. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ പറഞ്ഞു കൊടുക്കും നബി. പക്ഷേ തങ്ങളെ തൊട്ടാൽ പിന്നെ മറുപടിക്ക് വേറൊരാളെ അയക്കലില്ല. അല്ല ഡയറക്റ്റ്, എന്താണ് നീ പറഞ്ഞത്? എൻ്റെ തങ്ങളെയാണ് പറയാനും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. പൊതുവെ എടുത്താക്ഷേപിക്കുന്ന വർത്തമാനങ്ങളൊന്നും അല്ല നടത്താറില്ല. ആ പ്രോട്ടോക്കോൾ മുഴുവനും അവിടെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഹബീബിനെ പറയാൻ നീ ആരടാ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂലഹബിൻ്റെ ഒരു കമൻറ്റ് എന്ത്? എനിക്ക് തടിയും തൻ്റെ ആയിട്ടുള്ള പിള്ളേരും ഉണ്ട്, അത്യാവശ്യം അക്കൗണ്ടിൽ ബാലൻസും ഉണ്ട്. അതിനാ അടുത്ത ആയത്തിൽ അല്ല മറുപടി പറഞ്ഞത്, മാ അഗ്ന അൻഹു മാലുഹു, ഓൻ്റെ ഒരു സമ്പത്തും എനിക്ക് ഉപകാരപ്പെടില്ല. വമാ കസബ്, ഓൻ്റെ മക്കളെ കൊണ്ട് ഒരു ചുക്കും എനിക്ക് ഉപകാരം ഉണ്ടാവില്ല. ഓൻ തൊട്ടത് നബിയെയാണ്, ഓൻ തൊട്ടത് നബിയെയാണ്. നബി ഗുണങ്ങളുള്ള ആരെ തൊട്ടാലും മക്കൾ കേടുവരും. ഫഹദർ അൻ തകൂന അബാ ലഹബ്. അബൂലഹബ് ഒരു വ്യക്തിയുടെ പേരല്ല, അബൂലഹബ് ഒരു ആശയത്തിൻ്റെ പേരാണ്. ആലിമീങ്ങളെ തൊട്ടവൻ്റെ മക്കൾ കേടുവരും. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു ആലിമിനെ തൊട്ടാൽ മിക്കവാറും നമ്മളെ മക്കൾ വഹാബിയായി പോകും. അതെ, അഡ്രസ് ഇല്ലാത്ത ആളായി പോകും. അതാണ് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നത്, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. തങ്ങളെ ആക്ഷേപിച്ച് ആരെല്ലാം ഉണ്ടോ, ഹുവൽ അബ്തർ, അവൻ അഡ്രസ് ഇല്ലാത്ത ആളാവും. ഈ ആയത്തിൻ്റെ തഫ്സീർ മജ്മൂഉൽ മുഅല്ലഫാത്തിൽ കാണാം. നബിയുടെ ഗുണം ഉള്ള ആരെ തൊട്ടാലും കേസ് ഇത് തന്നെയാണ്, FIR റെഡിയാവുക. സെയിം കേസ്. നബിയുടെ ഗുണമാണ് ഇൽമ്, കാന ആലമൻ നാസ്, ഏറ്റവും വലിയ ആലിമാണ് തങ്ങൾ. ആലിമീങ്ങളെ തൊട്ടാൽ നമ്മളെ മക്കൾ പിള്ളേർ കേടുവരും. പിന്നെ ദ്വാരക്കാൻ, ഓർക്കാൻ, സ്മരിക്കാൻ, അനുസ്മരണങ്ങൾക്ക്, ഖബറിൻ്റെ തൽഖീനിന് ഒരു മനുഷ്യന് കിട്ടൂല. ഇവിടെ നിന്ന് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിന് തിരിച്ചു വരുമ്പോൾക്ക് ശിർക്കായിട്ട് വരുന്നതാണ്. കാരണം ഏതോ ഒരു മദ്രസ മുഅല്ലിമിനെ പുറത്താക്കാൻ നീയാണ് മീറ്റിങ്ങിന് നേതൃത്വം നൽകിയത്. തുടരുത്, പൊള്ളും. ഫഹദർ അൻ തകൂന അബാ ലഹബ്, അബൂലഹബാവുന്നത് പേടിക്കണം. നമ്മളൊക്കെ അബൂലഹബുമാരായി പോകുന്നുണ്ടോ എന്ന് പേടിക്കണം. കാലങ്ങൾ കുറേ ആലിമീങ്ങളുടെ കൂടെ ദീനീ പ്രവർത്തനത്തിന് കൂടെ നിന്നിട്ട് ഇൽമിൻ്റെ അഹലുകാരോട് വില കുറയാണെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട്. ആലിമാണ്. അവർ അമ്പിയാക്കടെ അനന്തര സ്വത്ത് തലയിൽ വെച്ച് നടക്കുന്നവരാണ്. തുടരുത്, കേസ് പൊള്ളും. അബൂ ഹനീഫ തങ്ങളുടെ നെറ്റിക്കൊരു തേള് കടിച്ചപ്പോൾ തേള് ചത്തുപോയിട്ടുണ്ട്. ആലിമീങ്ങളുടെ ബ്ലഡും മാംസവും വിഷാണ്. വിഷം കെട്ടുപോകും, നശിച്ചു പോകും. തുടരുത്. വിഷയത്തിൻ്റെ കാമ്പിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന് നാശം, കാരണം എൻ്റെ ഹബീബിനെ തൊട്ടു. അതാണ് കാരണം. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ മക്കളോ സമ്പത്തോ അവന് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇല്ല. സയസ്ലാ നാറൻ ദാത ലഹബ്. കെട്ടുപോവാത്ത തീയിൽ, നരകത്തിൽ അവനെത്തും.
വേണമെങ്കിൽ ഈ ആയത്തിനോട് വാശി തീർക്കുന്ന രീതിയിൽ ഞാനോ നരകത്തിലെത്താനോ നടക്കൂല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ മുസ്ലിം ആവാം പറ്റില്ല. ലോകം നിയന്ത്രിക്കുന്ന റബ്ബിൻ്റെ തീരുമാനം നീ ഇനി നന്നാവില്ല. കാരണം നീ തൊട്ട കേസ് കുറച്ച് പൊള്ളുന്ന കേസാണ്. ഒരു വിധമൊക്കെ ഞാൻ സഹിക്കും, എൻ്റെ തങ്ങൾ റിലേറ്റഡായി എന്തെങ്കിലും മിണ്ടിയാൽ പിന്നെ വിടൂല. ബിദ്അത്തുകാരുടെ ഒന്നാമത്തെ പ്രശ്നം, അവർക്ക് റസൂലുള്ളാഹിൻ്റെ ജന്മദിനം പറ്റില്ല, തങ്ങന്മാരെ ബഹുമാനം പറ്റില്ല, തങ്ങളുടെ ഉപ്പിയും ഉമ്മിയും നരകത്തിലാണെന്നുള്ള വർത്താനം അവർക്കുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആമിന ബീവി ആരാ? നബി തങ്ങളുടെ കാലങ്ങളോളം ഗർഭത്തിൽ ചുമന്ന ഉമ്മ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമേതാ? മക്ക അല്ല, കഅബ അല്ല. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏത്? ഇത്തഫഖത്തിൽ ഉമ്മത്തു വൽ അഇമ്മ. ലോകത്തൊരാൾക്ക് പോലും എതിരഭിപ്രായമില്ലാത്ത വിധം ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം, അഫ്ളലുൽ ബുഖാ, ഏറ്റവും മഹത്വമുള്ള സ്ഥലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ചേർന്ന് നിൽക്കുന്ന മദീന റൗള ഷരീഫിൻ്റെ ഉള്ളിലുള്ള മണ്ണ്, അതിനോളം വെല്ലുന്ന ഒരു മഹത്വമുള്ള സ്ഥലം ലോകത്തില്ല. ആ മണ്ണിനെന്തേ ഇത്ര മഹത്വം? ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ മണ്ണ്, ലോകത്തെ ഏറ്റവും നല്ല ശരീരത്തെ ചുമന്നുകൊണ്ടിരിക്കുന്ന മണ്ണ്, ആ മണ്ണിന് ഇത്രമേൽ മഹത്വമുണ്ടല്ലേ? യെസ്, മദീനത്ത് തങ്ങളുടെ റൗദൻ്റെ ഉള്ളാണ് ലോകത്തെ അർശിനേക്കാൾ, കുർസിയിനേക്കാൾ, ആകാശത്തിൻ്റെ ഭൂമിയുടെ സർവ്വതിനേക്കാളും മഹത്വമുള്ളത്. കാരണം തങ്ങളെ തൊട്ട മണ്ണാണ്. ആ തങ്ങളെ കുഞ്ഞിളം കാലത്ത് തൊട്ട ഒരു സ്ഥലമാണ് ആമിന ബീവിയുടെ ഗർഭാശയം. ആമിന ബീവി നരകത്തിലാണെന്നാണ് ഇവിടുത്തെ ബിദ്അത്തുകാരുടെ വാദം. എന്നിട്ട് ആ ബിദ്അത്തുകാർ എവിടെ പോകും ആഖിറത്തിൽ? നിങ്ങൾ നോക്കൂ. നബി തങ്ങളുടെ ഉപ്പിയുമ്മിയും ദീനല്ല, അവർ നരകത്തിൽ. തങ്ങളുടെ ജന്മദിനം പാടില്ല, ചീരണിവിധം പാടില്ല. ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. നബി തങ്ങൾ ഒരു ദിവസം 100 തെറ്റ് ചെയ്യുന്നു എന്ന് എഴുതി വെച്ചവരാണ്. കാര്യമായിട്ട് മനുഷ്യരെ നന്നാക്കാൻ കൊണ്ടുവന്നവരാണ്. അള്ളാഹു അയച്ചതാണ് തങ്ങളെ. ആ തങ്ങൾ 100 തെറ്റ് ചെയ്യുന്നു എന്ന് എഴുതി വെക്കണമെങ്കിൽ അവൻ്റെ മനസ്സിലൊരു തരി, ഒരംശം ഈമാൻ ആലോചിച്ചു. അങ്ങനെ ഏത് വാശി എന്ത് പറഞ്ഞാലും നടക്കില്ല. ബിദ്അത്തുകാരുടെ പ്രശ്നം തന്നെ തങ്ങളെ തൊട്ടതാണ്. സയസ്ലാ നാറൻ ദാത്ത ലഹബ്, കെട്ടുപോവാത്ത തീയിൽ അവർ പ്രവേശിക്കും. അബൂലഹബിൻ്റെ ഗുണങ്ങളാണ് അവർ പേര് നടക്കുന്നത്. അഹ്ലുൽ ബിദ്അഇ കിലാബു അഹ്ലിന്നാർ, നരകത്തിൽ നായൻ്റെ കോലത്തിൽ ബിദ്അത്തുകാർ പോകുമത്രേ. ഹദീസാണ് പറയുന്നത്. പിന്നെ അള്ളാൻ്റെ അടുത്ത വർത്താനം കേട്ടില്ലേ? അടുത്ത വർത്താനം, വംറത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്. എന്ത്? വംറത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്. ഭർത്താവ് ചെയ്യുന്ന സർവ്വതമാടിത്തത്തിനും കൂടെ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട്. ആൻഡ് ഹിസ് വൈഫ്, അവൻ്റെ കെട്ടിയോൾ. ആൻഡ് ഹിസ് വൈഫ്. എന്താ അബൂലഹബ് എന്ന പേര് പറഞ്ഞ പോലെ ഉമ്മു ജമീല എന്ന് ഈ പെണ്ണിൻ്റെ പേര് പറഞ്ഞുകൂടായിരുന്നു? ഉമ്മു ജമീല എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യത്തിൻ്റെ ഉമ്മ എന്നാണ്. അത് നല്ല വർത്താനാണ്. ശിക്ഷ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു കോണ്ടാക്സ്റ്റിൽ നല്ലൊരു വിശേഷണം പറയലല്ല സാഹിരീയ പ്രയോഗം. അത് ശരിയല്ലല്ലോ. ഉദാഹരണം, റിസൾട്ട് ഈ വർഷത്തേത് പ്രഖ്യാപിക്കുന്നു. ഏറ്റവും നന്നായി പഠിക്കുകയും നല്ല അതവുള്ള ഒരു ഹാജർ പോലും മിസ്സാവാത്ത എല്ലാവരുടെയും മനസ്സിൽ മോനായ പ്രിയപ്പെട്ട ഇന്നാലിന്ന കുട്ടി ഈ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത്രയും ഗുണങ്ങൾ പറഞ്ഞിട്ട് തോറ്റിരിക്കുന്നു എന്നോ? തോൽക്കലാണ് കാര്യമെങ്കിൽ ഈ ഗുണങ്ങളൊന്നും പറയരുത് എന്ന പോലെ ഉമ്മു ജമീല എന്ന പെണ്ണ് തോറ്റതും പരാജയപ്പെട്ട കഥയാണ് പറയണത്. അപ്പോൾ പിന്നെ സൗന്ദര്യത്തിൻ്റെ നിറഗുണമായ എന്ന് പറഞ്ഞിട്ടൊരു ഗുണം പറയരുത്. അതുകൊണ്ടാണ് ആ പേര് അവിടുന്ന് മാറ്റിയിട്ട് വംറത്തു, ഓൻ്റെ കെട്ടിയോൾ. ഇത് ഖുർആനാണ്. രസമുള്ള അക്ഷരങ്ങൾ, രസമുള്ള ആയത്തുകൾ, ആനന്ദമുള്ള വർത്തമാനങ്ങൾ. ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സാമി, എത്ര ഓതിയാലും നമുക്ക് മടുപ്പ് വരില്ല. എന്തൊരാനന്ദമായിരിക്കും. ഖുർആനിൽ ഒരായത്ത് കണ്ടാൽ ഈ ആയത്തിൽ ലൈലിയാണോ എന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊരായത്ത് കണ്ടാൽ ഇത് നഹാരിയാണോ എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ലൈലിയാണ് എന്ന് പറഞ്ഞാൽ മുത്തുനബിക്കന്ന് രാത്രിയായിരുന്നു, ആ ആയത്ത് ഇറങ്ങിയത് രാത്രിയിലാണ്. നഹാരിയാണ് എന്ന് പറഞ്ഞാൽ തങ്ങളന്ന് പകലിലാണ്. ഹലരിയാണ് എന്ന് പറഞ്ഞാൽ തങ്ങളന്ന് നാട്ടിലാണ്. സഫരിയാണെന്ന് പറഞ്ഞാൽ തങ്ങൾ യാത്രയിലാണ്. മദനിയാണെന്ന് പറഞ്ഞാൽ ഹിജറക്ക് ശേഷമാണ്. മക്കിയാണെന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പാണ്. ഓരോ ആയത്തിലും തങ്ങളുണ്ട് ലൈവായിട്ട്. തങ്ങളെ പറയാനാണ് ഖുർആൻ ഇറക്കിയത്. തങ്ങളെ തൊട്ടാൽ അല്ല സഹിക്കൂല. ഖാഫ്, തങ്ങളുടെ കൽബ് തന്നെ സത്യം. കണ്ടോ? തങ്ങളുടെ കൽബ് അത് സത്യം ചെയ്യാൻ മാത്രം വിശാലമാണ്. ഭൂമിയാണോ ലോകത്തേറ്റവും വിശാലമായത്? അല്ല, തങ്ങളുടെ കൽബാണ് ലോകത്തേറ്റവും വിശാലമായത്. എന്തേ കാരണം? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എങ്ങാനും ഇതിൻ്റെ ആശയ ഗാംഭീര്യത്തോടുകൂടി ഇറക്കിയാൽ അല ജബലിൻ, ലോകത്തെ ഏറ്റവും വലിയ പർവ്വതത്തിൽ, ജബല്ലിൻ എന്ന് പറഞ്ഞാൽ തഫ്ഹീമാണ്, ഏറ്റവും വലിയ പർവ്വതത്തിൽ ഇറക്കിയാൽ
ഇറക്കിയാൽ ആ പർവ്വതം ആശയത്തിൻ്റെ ഗാംഭീര്യത്തിൻ്റെ മുന്നിൽ തകർന്ന് തെരിപ്പണമായി പൊടിപൊടികളായി തീരും. ആ ആയത്തുകൾ മുഴുവനുമാണ് ആ ഹൃദയത്തിൽ ഇറങ്ങിയത്. എന്നിട്ട് എന്തെങ്കിലും ഒരു തളർച്ച ഇല്ല. ആ ഖൽബ് അലം നശ്റഹ് ലക സദ്റക, അത്രയും വിശാലമായ ഖൽബാണ്, അത്രയും വിശാലമായ ഖൽബാണ്. അതാണ്, അത്രയും വിശാലമായ ഖൽബാണ്. അല്ലാഹു തൗഫീഖ് നമുക്ക് പഠനങ്ങൾക്ക് നൽകുമാറാവട്ടെ. വംറതുഹു ഹമ്മാലത്തൽ ഹതബ്, ഭർത്താവിൻ്റെ തെറ്റിന് കൂടെ നിന്ന പെണ്ണ് അതാവരുത്. ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, ഭർത്താവിൻ്റെ ഉമ്മ എന്തെങ്കിലും ഹിജാബിടുന്നതിനെ കളിയാക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കാനൊന്നും പറ്റില്ല. മഹറമില്ലാണ്ട് യാത്ര പോകണമെന്ന് ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ പറയും. അവർക്ക് മസല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത്, അതാ വേണ്ടത്, തിരുത്തി കൊടുക്കുക വേണ്ടത്. അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. വംറതുഹു ഹമ്മാലത്തൽ ഹതബ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും അവിടെ. എന്ത്? ഭർത്താവ് അങ്ങനെ നിർബന്ധിക്കുമ്പോൾ തെറ്റ് നൊറ്റു മാറിയേക്കാണോ വേണ്ടത്? യെസ്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ലാ ഇത്വാഅത ഫിൽ മാസിയ, തെറ്റിനാരെയും വഴിപ്പെടേണ്ടതില്ല. അത് തെറ്റ് പറയുന്ന ആൾ ഖാദിയല്ല, ഉസ്താദല്ല, മുദരിസല്ല, ആരായാലും തെറ്റ് തെറ്റാണ്. നമുക്ക് വേണ്ടത് അള്ളാൻ്റെ പൊരുത്താണ്. ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങാൻ ശ്രമിക്കുന്നത് തന്നെ അള്ളാൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്താണ്, വേറൊന്നുമല്ല. അതൊക്കെ നടക്കുമെന്ന് അതൊക്കെ നടക്കുമെന്ന് എന്ത് നടക്കുമെന്ന്? എല്ലാവരും തെറ്റ് ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ ഹിജാബ് ധരിക്കണ്ട, അങ്ങനത്തെ ഡ്രസ്സ്, മറക്കുന്ന ഡ്രസ്സൊന്നും ധരിക്കണ്ട, അങ്ങനെ പറഞ്ഞാൽ നടക്കുമെന്ന്? അയ്യോ, അതൊക്കെ നമുക്ക് തോന്നലാണ്. വംറതുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബ് എന്ന ഭർത്താവ് ചെയ്ത എല്ലാ തെറ്റിനും കൂടെ നിന്നു. അതാണ് ആ പെണ്ണിൻ്റെ പ്രശ്നം. അങ്ങനെയല്ല ഭാര്യ ആവേണ്ടത്. തിരുത്തി കൊടുക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ നെഞ്ചൂക്കോടുകൂടി മുന്നിൽ നിൽക്കണം. തെറ്റിന് കൂടെ നിൽക്കാനല്ല നമുക്ക് ഈ ദാമ്പത്യ ജീവിതം അള്ളാഹു തന്നത്. അതാരാണെങ്കിലും നമ്മളെക്കാൾ വിവരം അവർക്കുണ്ടല്ലോ ഇല്ലല്ലോ എന്ന കൺസെപ്റ്റൊന്നുമല്ല. തെറ്റാണ് എങ്കിൽ ആ തെറ്റ് നമ്മൾ കൂടെ നിൽക്കരുത്. അതാണ് പറഞ്ഞത്, നീ ഒരാളെ സ്നേഹിച്ച് തലമറന്ന് സ്നേഹിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ ആ തെറ്റ് തന്നെ നിനക്ക് എതിർക്കാൻ കഴിയാത്ത വിധം നിന്റെ സ്നേഹം മൂത്തുപോയി, തലയിൽ കയറി. അത് പറ്റില്ല. നീ ഒരിക്കലും അങ്ങനെ ആവരുത്. വംറതുഹു ഹമ്മാലത്തൽ ഹതബ്. വംറതുഹു എന്ന് തന്നെ പറയണത് അവൻ്റെ ഭാര്യ തെറ്റ് ഭർത്താവ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കരുത്. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്. എന്ത്? എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പഠിച്ചതനുസരിച്ച് അത് തെറ്റ് തന്നെയാണ്, ഹറാം തന്നെയാണ്. അതിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ മൊത്തം അങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന ഉത്തരം ഖുർആനിൽ തന്നെ ഉണ്ട്, വേറെ എവിടെയും പോണ്ട. വളറബല്ലാഹു മസലൻ, അതാ ഉദാഹരണത്തിന് അല്ല കൊണ്ടുവരുന്നത്. ഇമ്രാത്ത് ഫിർഔൻ എന്ന തെറ്റിൻ്റെ നേതാവ്, ഷിർക്കിൻ്റെ നേതാവ്, എല്ലാ തെറ്റിനും നേതൃത്വം നൽകിയ ആൾ. ആസിയ ബീവി ഒരു തെറ്റിനും കൂടെ നിന്നിട്ടില്ല. മൂസ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചു. ഉറച്ച വിശ്വാസം, ചെറുതല്ല, ഉറച്ച വിശ്വാസം. ഫിർഔൻ വഫിർഔന ദിൽ ഔതാദ്, ആണിയുടെ ഫിർഔന, കണ്ടവരൊക്കെ ആണിയടിച്ച് ശിക്ഷിക്കല പണി. ആസിയ ബീവിയെ പിടിച്ചു, സ്വന്തം ഭാര്യയെ 4 ആണിയെടുത്തു, കാലിനടിച്ചു, 2 കാലിനും. ഇനി 2 ആണി ബാക്കിയുണ്ട്, കൈക്കടിച്ചു, ചോര ചിതറുന്ന ആണിയെടുത്തു. അപ്പോൾ ആസിയ ബീവി പിന്മാറിയോ? ഇല്ല. വംറതുഹു എന്ന അബൂലഹബിൻ്റെ ഭാര്യനെ പോലെ ഉമ്മു ജമീല നിന്നതുപോലെ കെട്ടിയോളായി നിന്നോ? തെറ്റിന് കൂടെ നിന്നിട്ട് ഇല്ല. നെഞ്ചുക്കോടുകൂടി നിന്നിട്ട് അള്ളാഹിനോട് ദ്വാരന്നു, സഹിച്ചോളാം. റബ്ബിബ്നിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു പുര തന്നാൽ മതി. പുര എല്ലാവർക്കും കൊടുക്കും, കുറേയാൾക്ക് കിട്ടും സ്വർഗത്തിൽ വീട്. അത് പോരാ, ഇന്ദക, നിൻ്റെ അടുത്തൊരു വീട് വേണം, നിൻ്റെ അടുത്ത്. അതാണ് എനിക്ക് വേണ്ടത്, വേറെ ആരുടെ അടുത്തുമല്ല, നിൻ്റെ അടുത്ത്. കൊടുത്തില്ല ആസിയ ബീവിക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസിയ ബീവിൻ്റെ ആഖിറത്തിലെ പുതുമാരൻ അള്ളാൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ വീട്. എന്തിന്? ഭർത്താവിൻ്റെ തെറ്റിന് കൂടെ നിൽക്കാതെ നെഞ്ചു കൂടെ നിന്നതിൻ്റെ ഉത്തരം. വംറതുഹു ഹമ്മാലത്തൽ ഹതബ് ആയതോ ഭർത്താവിൻ്റെ തെറ്റിന് കൂടെ നിന്നു കൊടുത്തതിൻ്റെ ശിക്ഷ. അങ്ങനെ ആവരുത്, നമുക്ക് നെഞ്ചൂക്കുണ്ടാവണം. സൂറത്തു സോഫാത്ത്, യാസീനിൻ്റെ തൊട്ടു ശേഷമുള്ള സൂറത്ത്, 22-ാമത്തെ ആയത്ത്. യഹ്ശറുല്ലദീന വലമു, തെറ്റുകാരെ വിളിക്കൂ, അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. വഅസ്വാജഹും, അവരുടെ ഭർത്താക്കന്മാരെയും. അതെ, യഹ്ശറുല്ലദീന വലമു, ആ തെറ്റുകാരായ മനുഷ്യരെ കൊണ്ടുവരി, ഒരുമിച്ച് കൂട്ടു. വഅസ്വാജഹും, അവരുടെ ഭർത്താക്കന്മാരെയും. അതെ, അപ്പോൾ ആദ്യം വിളിച്ചത് പെണ്ണുങ്ങളെയാണ് എന്ന് മനസ്സിലായി. പിന്നെ ഭർത്താവ് എന്ന് പറയാനുള്ള കാരണം അവിടെ തെറ്റിന് നേതൃത്വം നൽകിയത് നേരത്തെ ഫിർഔനോ നേരത്തെ അബൂലഹബോ ആയതുപോലെ ഭർത്താവല്ല, തെറ്റിന് നേതൃത്വം നൽകിയത് ഭാര്യ. അതിന് കൂടെ നിന്ന പെൺകൂസിനെയാണ് വഅസ്വാജഹും, ഭർത്താവിനെ എന്ന് പറയുന്നത്. ലോൺ എടുക്കണം എന്ന് പറയുമ്പോൾ ലോണ്, സ്വർണം കൊടുക്കണം, അത് ഹറാമായ ബിസിനസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എൻഗേജ്മെൻറ്റ് നിങ്ങൾ കളിക്കുന്നു, അങ്ങനെ കുറച്ച് വർത്താനം പെണ്ണുങ്ങന്മാർ പറയുമ്പോഴേക്ക് വീണുപോയ പെൺകൂസന്മാരെയാണ് വഅസ്വാജഹും എന്ന് പറയണതെന്ന് തഫ്സീർ ഷാറാവിയിൽ കാണും. അങ്ങനെയല്ല വേണ്ടത്.
നമ്മൾ റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവണം. റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു പെണ്ണാവണം. എന്താണ് ആ പെണ്ണിൻ്റെയും ഭർത്താവിൻ്റെയൊക്കെ പ്രത്യേകത? തഹജ്ജുദിനുണരുന്നു, ളുഹ നിസ്കരിക്കുന്നു, അപ്പോഴൊക്കെ ഭാര്യനെ കൂടി വിളിക്കുകയാണ്. ആ ഉമ്മാക്ക്, ആ ഉപ്പാക്ക് റഹ്മത്തിൻ്റെ 10 തീർന്നാലും റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റഹിമല്ലാഹു റജുലൻ റഹിമല്ലാഹു ഇംറഅത്തൻ ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത് വഅയ്ഖദ. അവർ വിളിക്കുകയാണ്, വഅയ്ഖദത്ത്, ആ പെണ്ണ് വിളിക്കുകയാണ്. ആരെ? തൻ്റെ ഭർത്താവിനെ, തൻ്റെ ഭാര്യയെ. അങ്ങനെ ഉള്ളവരായി മാറണം. ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് തെറ്റിന് നമ്മളെ മാടി വിളിക്കുമ്പോൾ മഹറമൊന്നും നോക്കണ്ട, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, യാത്ര നടക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കരുത്. നെഞ്ചൂക്കുണ്ടാവണം, ഹിമ്മത്തുണ്ടാവണം. നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമി, ഹിമ്മത്തുള്ള നേതാവാണ്, ഹിമ്മത്തുള്ള നേതാവാണ്. തങ്ങൾ ഇസ്ലാമിക പ്രബോധനമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പലരും തന്നെ പരിഹസിച്ചിട്ടില്ലേ? അബൂലഹബ് കുടുംബക്കാരനല്ലേ? മക്കത്തെ കുറേയേറെ ആൾ കുടുംബക്കാരല്ലേ? എന്തെല്ലാം വർത്താനം ഉണ്ടായിരുന്നു? ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ, എന്തെല്ലാം വർത്താനങ്ങളുണ്ടായിരുന്നു. ഇതെന്താ മാറി നടക്കുന്നത്? നമ്മുടെ ഈ ഉത്സവത്തിനും പരിപാടിക്കൊന്നും മൂപ്പരില്ലല്ലോ. ഒരു പുരി വാങ്ങാനും അലുവ നോക്കാൻ പോലെ എത്തി നോക്കാൻ വരെ വരുന്നില്ലല്ലോ. എന്താ ഈ മാറിയിരിക്കണത്? ഈ വർത്താനത്തിൽ തങ്ങൾ വീണുപോയോ? ഇല്ല ഇല്ല. 25-ാം വയസ്സിലെ കല്യാണത്തിൽ ഖദീജ ബീവിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു പെണ്ണുമായിട്ട് മിസ് കോള്, വാട്സപ്പ് കോള്? ഇല്ലല്ലോ, ഇല്ലല്ലോ. 63 കൊല്ലത്തെ തങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഭാര്യനെ ചവിട്ടിയത്, കുത്തിയത്, നുള്ളിയത്, ഗാർഹിക പീഡനത്തിൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടോ എന്ന് ഓറിയൻ്റലിസ്റ്റുകാർ ആയിരക്കണക്കിന് കൊല്ലമായി പരുതുന്നുണ്ട്. ലെൻസ് ഇട്ടിട്ട് മഷിയിട്ടിട്ട് പരുതുന്നുണ്ട്. എന്നിട്ട് കിട്ടിയോ? ഇല്ല. നെഞ്ചൂക്കൂടെ നിന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെ മുന്നിൽ. ഷേബ് അബി തോലബിൽ 3 കൊല്ലം ഭക്ഷണം കൊടുക്കാതെ ഖുറൈശ് മക്കത്തെ പ്രമുഖർ, മക്കത്തെ ശത്രുക്കൾ പട്ടിണി കിട്ടിട്ടുണ്ട് തങ്ങളെയും സ്വഹാബത്തിനെയും. അന്ന് പച്ച ഇല തിന്നിട്ട് സ്വഹാബത്ത് കാഷ്ടിക്കണത് ആട് കാഷ്ടിക്കണ പോലത്തെ ചെറുതായിരുന്നു. എന്നിട്ട് വീണോ തങ്ങൾ? 3 കൊല്ലം നെഞ്ചുകൂടെ തന്നെ നിവർന്നിട്ട് തന്നെയാണ് നിന്നത്. ഈ പ്രസ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. ബദർ നമുക്ക് വായിക്കാനുള്ള ചരിത്രമാണ്. ബദർ അപ്പുറത്തുനിന്ന് ഒട്ടകത്തെ ധാരാളം അറക്കുന്നു, മാംസം വിതരണം ചെയ്യുന്നു, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, കള്ളാറിൽ തത്തി കളിക്കുന്നു, നർത്തകിമാരായ സ്ത്രീകളെ കണ്ട് ആസ്വദിക്കുന്നു. ഒരു കാരക്കൊക്കെ പോലും വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളായിട്ട് നമ്മൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയോ തങ്ങൾ? ഇല്ല. ഉഹദ് ഇഷ്ടക്കാർ 70 ആൾ കൊല്ലപ്പെട്ടു. ഏറ്റവും ഇഷ്ടക്കാരൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടൂളി എറിഞ്ഞിട്ടാണ് കൊന്നത്. ചാട്ടൂളി ശരീരത്തിലേക്ക് കയറിയപ്പോൾ മഹാനവറുകൾ പടഞ്ഞ് വീണുപോയി. ശത്രുക്കൾ ഓടിയിട്ട് ആ പടക്കുന്നത് പോലും നിർത്താൻ കാലും കൈയും ചവിട്ടിയവർ. ഈർച്ചവാളെടുത്തിട്ട് കഴുത്ത് മുറിക്കുമ്പം തന്നെ അവർ കഴുത്തു മുതൽ പൊക്കിൾ വരെ വലിച്ച് മുറിക്കണത്. 2 കൈ ഉള്ളിലിട്ടിട്ട് വലിച്ച് കീറി കരട് ചവച്ച് തുപ്പി. തങ്ങൾ കരഞ്ഞുപോയി. പക്ഷേ ഹിമ്മത്തിനൊരു കുറവുമില്ല, നെഞ്ചൂക്കിനൊരു കുറവുമില്ല. ഖന്തഖ് സഹാബത്തായ അനുയായികൾ ഒരു കല്ല് കെട്ടിയിട്ട് നടക്കുമ്പോൾ തങ്ങൾ 2 കല്ല് കെട്ടിയിട്ട് നിവർന്നിട്ട് തന്നെയാണ് നിന്നത്. തളർന്നിട്ടില്ല തങ്ങൾ. 29 അധികം തവണ വധശ്രമം നടന്നിട്ടുണ്ട്. ഭ്രാന്തനെന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരാളെ കള്ളുകൂടിയൻ വേറൊരു തെറ്റുകാരെന്നെല്ലാം പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തു എന്നേ അർത്ഥമുള്ളൂ. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നതെല്ലാം പിരാന്തായിട്ടെന്ന് അതിൻ്റെ അർത്ഥം. ലോകത്ത് അല്ലാഹു ബുദ്ധിനെ 100 പാർട്ടാക്കിയിട്ട് 99 വെച്ചത് തങ്ങളുടെ തലയിലാണ്. ആ തങ്ങൾ കേൾക്കേണ്ടി വന്നു ഭ്രാന്തന്. എന്നിട്ട് കുലുങ്ങിയോ തങ്ങൾ? ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് മാറ്റാനുള്ള തുണിക്കഷ്ണത്തിൻ്റെ പേരല്ല മോളെ ഹിജാബ് എന്നുള്ളത്, അല്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജ്യേഷ്ഠന്മാരോ വീട്ടുകാരോ കളിയാക്കുമ്പോഴേക്ക് ഞാനെന്ന മുത്താലിം നിർത്താനായി ഇനി ഞാൻ വേറെന്തെങ്കിലും ജോലിക്ക് പോക്കായി എന്നൊന്നും ചിന്തിക്കാനല്ല മോനെ മുത്താലിം ജീവിതം എന്ന് പറഞ്ഞാൽ. മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമി, നെഞ്ചൂക്കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. മദീനത്ത് പോയിട്ട് അന്നത്തെ ജൂതന്മാർ തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ച്, ലോകം തന്നെ ഇതുവരെ കേൾക്കാത്ത, ഉത്തരല്ല ചോദ്യം തന്നെ കേട്ടിട്ടില്ല. അലക്സാണ്ടർ രാജാവിനെ കുറിച്ച് പറഞ്ഞുതരുമെന്ന് ചോദിച്ചപ്പോൾ ഇസ്കന്ദർ രാജാവിനെ കുറിച്ച് മണിമണിയായി ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ തങ്ങൾ? ചോദ്യം വരുമെന്ന് വിചാരിച്ചിട്ട് പ്രഭാഷകൻ മുങ്ങിയോ? ഇല്ല. ഒരു കുട്ടി എങ്ങനെ ഗർഭാശയത്തിൽ ആണാവുന്നു പെണ്ണാവുന്നു എന്ന് ചോദ്യം വന്നപ്പോൾ ടിറ്റ് ഫോർ ടാറ്റ് ഉത്തരം കൊടുത്തിട്ടില്ലേ? ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമി. അതെ, അനുയായികളെ കൂടെ നിർത്തി. ഖന്തക്കിലെ ജാബർ റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. 2 കല്ല് കെട്ടിയിട്ട് താങ്ങാൻ കഴിയുന്നില്ല. സുഹൈല ബിന്ത് മസ്ഊദ് എന്ന വൈഫിനോട് പോയിട്ട് ചോദിച്ച് എന്തേലും തിന്നാനുണ്ടോ? ആ, ഞാനൊന്ന് ആടിനറുത്തിട്ട് വേഗം ഭക്ഷണം പാചകം ചെയ്യാം. ജാബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്തേക്ക് മെല്ലെ വന്നിട്ട് ചെവിയിൽ ഒരടക്കം പറഞ്ഞു. തങ്ങളും 1-2 ആളും മാത്രം, അതിൻ്റെ അപ്പുറമില്ല തങ്ങളെ. തങ്ങൾ ഉടനെ തന്നെ പോയിട്ട് സ്റ്റേജിൻ്റെ വെക്കുന്ന പോയിട്ട് ഷവർമ തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് തുറത്തിയിട്ട് വന്ന് കുശലിലിരിക്കുന്ന ലീഡറല്ല, തങ്ങൾ അനുയായികളെ വിളിച്ചു. മൊത്തം സഹാബ വരി, ജാബർ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ദ ലീഡർ, ഈ ലീഡറെ ഉമ്മത്ത് മറക്കൂല. ദ ലീഡർ. ആ തങ്ങൾ നെഞ്ചുകൊടുകൂടി ഈ ഉമ്മത്തിന് തീ നടത്തി കാണിച്ചത്.
ആരുടെയെങ്കിലും തെറ്റായ പ്രലോഭനത്തിൽ ഹറാമുകൾ കാട്ടിക്കൂട്ടാനുള്ളതല്ല എൻഗേജ്മെൻറ്റ്. ആണ് പെണ്ണ് ഇടകലരരുത് കല്യാണത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അത് ഏത് സംഘമാണെങ്കിലും അങ്ങനെ തങ്ങളെ മഹബത്ത് വെക്കുന്നവർ ആ അർത്ഥത്തിൽ ജീവിക്കുമ്പോൾ റഹിമല്ലാഹു, അള്ളാഹിൻ്റെ കരുണ കിട്ടിക്കൊണ്ടിരിക്കും. റഹ്മത്തിൻ്റെ പത്ത് തീർന്നാലും ഇല്ലെങ്കിലും. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബ് നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.